VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. നാലാമത് നാഷണൽ വുഷു കുങ്ഫു ചാമ്പ്യൻഷിപ്പ് പട്ടാമ്പിയിൽ സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിലാണ് ചൈനീസ് ആയോധന കലയുടെ നാലാമത് നാഷണൽ ലെവൽ വുഷു കുങ്ഫു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. രാവിലെ കവി പി രാമൻ പതാക ഉയർത്തോടെയാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത്. മുഹമ്മദ് മൂസിൻ MLA ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ മയക്കുമരുന്ന് അടക്കമുള്ള അപകടകരമായ കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ തകർക്കാൻ നോക്കില്ല. നമുക്ക് കൂടുതൽ ശക്തമായിട്ട് നിലനിൽക്കാനാണ് മാർഷൽ ആർട്സ് അടക്കമുള്ള എല്ലാം നടത്തിക്കൊണ്ട് ഒരു അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പഠിച്ച മാർഷൽ ആർട്സ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫെസ്റ്റിവലും ചാമ്പ്യൻഷിപ്പും നടക്കുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനും അത് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി മാറ്റാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം വളരെ സിഫു ഷെബീർ ബാബു അധ്യക്ഷനായിരുന്നു. കവി പി രാമൻ മുഖ്യഭാഷണം നടത്തി. പിന്നണി ഗായിക രാധിക അശോക്, കഥാകൃത്ത് TVM അലി, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഫാത്തിമ സീനത്ത്, തങ്കമണി കർണാടക, ഹുസൈൻ തട്ടത്താഴത്ത്, സുധീർ കുമാർ, ഹിളർ, സത്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് ഹോസ്റ്റിംഗ്, മാർച്ച് ഫാസ്റ്റ്, കലാവതരണം എന്നിവയും ഉണ്ടായിരുന്നു. വുഷു കുൻഫു ഓർഗനൈസേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ പട്ടാമ്പി YSK അക്കാദമിയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി 30-ലേറെ അക്കാദമികളിൽ നിന്നും 400-ൽ പരം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്.